ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചൊരു പായസമാണ്. വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നെയ്യുണ്ട്. ഒരു 5-6 ഈത്തപ്പഴം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി പാനിയാക്കണം. ആദ്യമായിട്ട് നമുക്ക് പഴം 2 കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നവരെ നന്നായി വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഴം 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കണം. കുക്കർ അടയ്ക്കണം. 4 വിസിൽ വരുന്നവരെ പഴം വേവിക്കണം, നന്നായി വേവിക്കണം. ആ സമയം നമുക്ക് ശർക്കര വെച്ചിട്ടുണ്ട്. കുക്കറിലെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് കുക്കറിൽ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഈ പഴം പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കണം, എന്നാലേ നന്നായി വെന്ത് കിട്ടുള്ളൂ. സ്റ്റീമറിൽ വെച്ചാൽ ഇത്ര അധികം വേവില്ല. നന്നായി വെന്ത പഴം അതിൻ്റെ നടുക്കട്ട് നടുക്ക് കാണുന്ന ഈ കറുത്ത ഭാഗം മാറ്റണം. അതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായി പാല് ഞാൻ മറന്നു. പാല് ഉരുക്കി ചേർക്കാനുണ്ട്. കുക്കറിൽ നന്നായി വേവിച്ചെടുത്ത പഴം അതിൻ്റെ നടുക്കുള്ള ആ കറുത്ത ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ച് ഇതാണിത്. നമുക്ക് ഗ്രൈൻഡറിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലേശം നെയ്യ് ചേർക്കാം. അതിനുശേഷം കുറച്ച് പാട ഇതിലേക്ക് ചേർക്കുക. നമുക്ക് വെച്ചിട്ട് കുറച്ചും കൂടെ ഇതിൽ ചേർക്കാം. നന്നായി വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് ഇറക്കിയെടുക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ടുള്ള ശർക്കര അരിച്ചൊഴിക്കാം. ശർക്കര ഒരു 200 ഗ്രാം ഉണ്ട്. നമുക്ക് നന്നായി വരട്ടാം.
പോലെ ചേർക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ. ഇതിൽ നെയ്യ്, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ കൊളസ്ട്രോൾ, ഫാറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഏത് നാട്ടിലും സുലഭമായിട്ട് കിട്ടും നേന്ത്രപ്പഴം. ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം കിട്ടും. നാട്ടിലൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അങ്ങനത്തെ നല്ല ചേർക്കുക. നാളികേര കഷ്ണങ്ങളാണ് വറുത്തത്. ഇവിടെ ഞാൻ നാളികേരത്തിന് പകരം ഈത്തപ്പഴം കഷ്ണം ഇളക്കിക്കൊണ്ടിരിക്കുന്ന അടിയിൽ പിടിക്കും. നല്ല സ്മെല്ലൊക്കെ വരും. ദൂരത്ത് നിന്ന് ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കെട്ടും. വെള്ളം വറ്റിയിട്ട് നമുക്ക് പാല് ചേർക്കാം. മതിയൊന്ന് നോക്കാം. വേരും ചേർത്ത് അധികം തിളപ്പിക്കണം. ഡേറ്റ്സ് ചേർത്ത് ഈത്തപ്പഴം പായസത്തിലേക്ക് ചേർക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. ഞങ്ങൾക്കും ഇവിടെ ധാരാളം കിട്ടും. ഇതിപ്പോൾ വയസ്സായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.